ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ ആദ്യം മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്നൊരു ഒപ്പോസ് ചെയ്യുന്നൊരു കാര്യമാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാശ്മീർ പാകിസ്ഥാന്റെ കൈവശമുള്ള പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ കൂടാണ് സീപെക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഇത് ആരംഭിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ ആരംഭിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒപ്പോസിഷനും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ വയലേറ്റ് ചെയ്യുന്ന, കാരണം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ POK അവിടെ ചൈനയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പ്രദേശമായതുകൊണ്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ചൈനയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഒന്നും തന്നെ ഇതിലേക്ക് ഒരു രീതിയിലുള്ള പരിപാടിക്കും വലിച്ചിഴയ്ക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ സാധിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനെ ഇന്ത്യ അന്ന് മുതൽ ശക്തമായി എതിർക്കുന്നുണ്ട്. അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അവരുടെ രണ്ടുപേരുടെയും ഡൊമസ്റ്റിക് ഇഷ്യൂ അല്ല, ബയലാറ്ററൽ ഇഷ്യൂ അല്ല, ഉഭയകക്ഷി പ്രശ്നമല്ല. അത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയുടെ ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കാശ്മീർ പാകിസ്ഥാൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതാണല്ലോ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ POK എന്നോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു കാശ്മീർ POJK എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവഴി ചൈനയുടെ വൻ പദ്ധതികൾ കടന്നു പോകുക എന്നുള്ളത് ഇന്ത്യക്ക് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നതും, അത് നമുക്ക് നമ്മളുടെ എന്താണ് പറയുന്നത്, സ്വതന്ത്ര പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്യുന്ന പ്രവർത്തികളാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മളതിനെ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനെ കൂടെ അതിനകത്തിലെ ഉൾപ്പെടുത്തുകയാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ടു എക്സ്പാൻഡ് ഇൻ ടു അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് അത് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ചൈന. അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ സീപെക്ക് എന്ന് പറയുന്നത്. പക്ഷേ സീപെക്കിനെ സംബന്ധിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഏതുവഴിയാണ് പൊക്കോട്ടെ, നമുക്കത് വിഷയമല്ല. പക്ഷേ സീപെക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒട്ടും അനുവദിച്ചു കൊടുക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കാര്യമാണ്. അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടാണത് എൻ്റെ നല്ലൊരു എന്താണ് പറയുന്നത് ട്രാൻസിറ്റ്, അല്ലെങ്കിൽ അത് കടന്നു പോകുന്നത്. ചൈനയുടെ നമുക്കറിയാം, ചൈനക്ക് ഒരു അല്പം ഇടം കൊടുത്തു കഴിഞ്ഞാൽ ചൈന പിന്നീട് അത് എന്തായിരിക്കും ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ ചൈനയെ ഇവിടെ അനുവദിച്ചു കഴിഞ്ഞു. കാരണം വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും റോഡും ടണലും മറ്റേതും മറിച്ചതും ഒക്കെ തന്നെ, റെയിൽവേ ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. കാരണം വളരെ മുൻപേ തന്നെ പാകിസ്ഥാനും ചൈനയും തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ചൊരു കാര്യമാണിത്. അതായത് ഏകദേശം 2000-ലാണ് ഇത് പാകിസ്ഥാൻ പ്രപ്പോസ് ചെയ്യുന്നത്. 2013 ചൈന അതിനെ ഒഫീഷ്യലി എൻഡോസ് ചെയ്തു. അപ്പോൾ ഈ സീപെക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയുടെ വെസ്റ്റേൺ ഷിൻജിയാൻ പ്രവിശ്യ അതിനെ പാകിസ്ഥാന്റെ ഗദ്വാർ പോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഗദ്വാർ പോർട്ട് അറേബ്യൻ സീയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് കടലിലേക്ക് വലിയൊരു ആക്സസ് കിട്ടും. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ, അറേബ്യൻ സീയിൽ അവർക്ക് ഒരു ആക്സസ് കിട്ടുകയും അവരുടെ ഡോമിനൻസ് അവിടെ അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ അതിനെ ഉള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് വലിയൊരു അവരുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സമ്പദ് മേഖലയൊക്കെ കൂടുതൽ അവർക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ലക്ഷ്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിനെ സമ്മതിക്കുന്നതാണ്. പക്ഷേ ഇത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇത് ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തിൽ റോഡ്സ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, പോർട്സ്, അതുപോലെ തന്നെ എനർജി പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കണക്ടിവിറ്റി, ട്രേഡ്, വൻതോതിലുള്ള കണക്ടിവിറ്റിയും ട്രേഡ്. കാരണം ചൈനയിൽ നിന്നുള്ള ഫിനിഷ് പ്രൊഡക്ട്സ് വെളിയിലേക്ക് പോകുന്നതിനും, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകുന്നതിനും, തിരിച്ച് ടു ആൻഡ് ഫ്രോ ബൈ ആൻഡ് ലാർജ് വലിയൊരു ട്രേഡ് സാധ്യമാക്കുന്ന ഒരു ഇക്കണോമിക് കോറിഡോറാണ്
സീപെക് എന്ന് പറയുന്നത്. ചൈനയെ സംബന്ധിച്ച് ഗ്വദർ പോർട്ടാണ് അവിടെ ഇതിനകത്തിൽ കൂടെ അവർ കണ്ണുവയ്ക്കുന്നത്. ഗ്വദർ പോർട്ടിനെ അവർക്ക് നമുക്കറിയാം, പാകിസ്ഥാൻ്റെ മുകളിൽ അവർക്ക് ഏകദേശം വൻ സ്വാധീനമുണ്ട്. പാകിസ്ഥാൻ്റെ മിലിറ്ററി നമ്മൾ പറഞ്ഞു 80% ചൈനയുടെ സാധന സാമഗ്രികൾ, യുദ്ധ ഉപകരണങ്ങളാണ് മേടിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മുകളിലുള്ള സ്വാധീനം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ്റെ മുകളിൽ അവർക്ക് ഇതുപോലുള്ള പ്രോജക്റ്റിൽ കൂടെ വൻതോതിലുള്ള സാധനം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് പിന്നെ വോയിസ് ഒന്നും കാണത്തില്ല. ചൈന പറയുന്ന പോലെ തന്നെ ആയിരിക്കും പാകിസ്ഥാൻ ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ബിഹേവ് ഒക്കെ ചെയ്യേണ്ടതെന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തോടു കൂടിയും അതിൻ്റെ ശേഷമുണ്ടായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മളതിനെ കണ്ടാണ് ചൈന എത്രത്തോളം ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് മുമ്പത്തെ കാര്യമല്ല, നമ്മൾ യുദ്ധ സമയത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഏതെല്ലാം രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചാൽ തന്നെ ചൈന അതിനകത്തിൽ പാകിസ്ഥാനെ ചൈനയിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഈസി ഡിറ്റാച്ച്മെൻറ്റ് സാധ്യമാകാത്ത രീതിയിലാണ് പാകിസ്ഥാനെ കൊണ്ട് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുള്ള സമയത്ത് പാകിസ്ഥാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഫേസ് ചെയ്തിട്ടില്ല. അവർ തമ്മിൽ കോൾഡ് വാർ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള അമേരിക്കയുടെ പ്രോക്സി ആയിരുന്നു പാകിസ്ഥാൻ. അമേരിക്ക ഇതുപോലെ തന്നെ ആയുധവും പണവും ഒക്കെ കൊടുത്തു തന്നെ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുത്തു തന്നെ പാകിസ്ഥാനെ അവരുടെ പക്ഷത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പാകിസ്ഥാൻ ഇതുപോലുള്ളൊരു സ്ലേവറി അല്ലെങ്കിൽ അടിമത്വം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അവർ നേരിട്ടിട്ടില്ല. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവർ നേരിടുന്നതിന് പൂർണ്ണമായിട്ടുള്ള സ്ലേവറിയാണ്. ചൈനയുടെ മുമ്പിൽ സാഷ്ടാംഗം നിൽക്കേണ്ട അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കാരണം 80% മിലിറ്ററി ആയുധങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്യും. ചൈനയ്ക്ക് അവരുടെ മുകളിൽ പ്രഷർ ചെലുത്താൻ സാധിക്കും. അവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ ലൈവാക്കി നിർത്തുക എന്നുള്ളത് ചൈനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഈ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. ഇക്കണോമിക് ആയിട്ടുള്ള, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. പിന്നെ ചൈനയുടെ മിലിറ്ററി ആയുധങ്ങൾ, പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങൾ കൂടുതൽ പാകിസ്ഥാനിലേക്ക് വിറ്റഴിക്കുക എന്നുള്ളൊരു തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം കണക്കെടുത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ റിലേഷനെ കൂടുതൽ സ്പോയിൽ ചെയ്യുക എന്നുള്ളത് ചൈനയുടെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്കാണ് പാകിസ്ഥാനും ചൈനയും തമ്മിൽ അഫ്ഗാനിസ്ഥാനെ കൂടെ അതിനകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സീപെക്കിലേക്കാണ്, BRIയിലേക്കല്ല. BRIയിലൊക്കെ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. കാരണം BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗം അല്ലാതെ തന്നെ ചൈനയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ മറ്റൊട്ടനവധി രാജ്യങ്ങൾ BRIക്കകത്തിലുണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞ സീപെക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അഫ്ഗാനിസ്ഥാനെ കൂടെ ഉൾപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വീണ്ടും മറ്റൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാനുള്ളത്. അല്ല, അവർ അഫ്ഗാനിസ്ഥാനെ അതിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വിഷയമല്ല. പക്ഷേ ഇന്ത്യക്ക് അത് എത്രത്തോളം തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. കാരണം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോഴത്തെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ വലിയ പ്രശ്നം ഒന്നുമില്ല. അത്യാവശ്യം ബന്ധങ്ങൾ സൗഹൃദപരമായിട്ട് പോകുവാൻ താലിബാനും താല്പര്യം കാണിക്കുന്ന ഒരു എന്താണ് പറഞ്ഞ അവസരം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പം അതിനെ ഒരുപക്ഷെ അട്ടിമറിക്കുവാനും താലിബാന് ബ്രൈബ് കൊടുത്ത്, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ ഭരണത്തിലിരിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെല്ലാം തന്നെ, ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ഒക്കെ തന്നെ അവർക്ക് എവിടെ കൂടുതൽ പൈസ കിട്ടുന്നോ അവിടെയൊക്കെ അവർ ചായുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രവണതകളൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കോമ്പിനേഷൻ അഫ്ഗാനിസ്ഥാനെ താലിബാനെ ബ്രൈബ് ചെയ്ത് അവരുടെ പക്ഷത്താക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ സ്പോയിൽ ചെയ്യുവാനും ഇന്ത്യക്ക് കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കാനും, കാരണം താലിബാൻ അതുപോലെ താലിബാനും പാകിസ്ഥാനും തമ്മിൽ ബന്ധങ്ങൾ കൂടുതൽ വാമാകുകയാണെങ്കിൽ, ഊഷ്മളപരമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും അവരിതിനെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരായി മാറുകയും താലിബാനെ ഇന്ത്യൻ പക്ഷത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടുതൽ അടുക്കുന്നതിൽ നിന്നും അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ പക്ഷത്ത് ചേർക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ക്ലാരിറ്റി കൊടുത്താണ് ഇതിനകത്തിൽ സീപെക്കിനകത്തിൽ അവർ
മെമ്പറാക്കാം അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആക്കാം എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചാണ് അവർ അഫ്ഗാനിസ്ഥാനെ അതിൽ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ബാംഗ്ലാദേശിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ, ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ത്യക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത് തീർച്ചയായിട്ടും വളരെ പ്രത്യക്ഷമായിട്ടുള്ള പല അടയാളങ്ങളും അല്ലെങ്കിൽ തെളിവുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനെയും തീർച്ചയായിട്ടും താലിബാൻ അഫ്ഗാനിസ്ഥാനെയും ചൈന പാകിസ്ഥാൻ അവരുടെ പക്ഷത്താക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആശങ്കകൾ അല്ലെങ്കിൽ തലവേദനകൾ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എന്താ പറയുക, ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ സിപെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സിപെക്കിൻ്റെ ഒരു ഭാഗം ആയിട്ട് അഫ്ഗാനിസ്ഥാനുകളെ ജോയിൻ അതിനകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ചില ഉണ്ടാകാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ. കാരണം ഇന്ത്യ കൂടുതൽ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിലും ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനെ കൂടി ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും അതെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഈ പറഞ്ഞ സിപെക്കിനെ എതിർക്കുകയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സിപെക്കിനെ എതിർക്കാനുള്ള കാരണം അത് POKയിൽ കൂടെയാണ് പോകുന്നത്. അതായത് പാകിസ്ഥാൻ്റെ POKയിലുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം ശക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ UN ലുള്ള മറ്റ് പെർമനന്റ് മെമ്പേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വന്നിട്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടുള്ള സഹായമോ അല്ലെങ്കിൽ പ്രതികരണമോ ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഏകപക്ഷീയമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പാകിസ്ഥാനെ ലോഞ്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അങ്ങനെ ഒരു ആക്ട് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ചൈന ആ സമയത്തും പാകിസ്ഥാന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 80-82% പാകിസ്ഥാൻ്റെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർസ് എല്ലാം തന്നെ ചൈനയിൽ നിന്നാണ്. ഇന്ത്യ പണ്ട് ഈ മൂന്നാം രാജ്യങ്ങളെ തേർഡ് കൺട്രി എന്ന് മാത്രമല്ല, പിന്നെ സിപെക്കിനെ ടോട്ടലായിട്ട് ഇന്ത്യ എതിർക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആദ്യം മുതൽ തന്നെ. കാരണം അത് നമ്മൾ പറഞ്ഞ പോക്കിൻ്റെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ വിഷയമുള്ളതുകൊണ്ടാണ്. അതല്ലാതെ പാകിസ്ഥാനിൽ കൂടെയാണ് സിപെക്ക് പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് അത് വിഷയമില്ല. കാരണം അവർ തമ്മിലുള്ള ആഭ്യന്തര ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബയലാറ്ററൽ ഇഷ്യൂയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി കൂടായിരിക്കാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടെ ഈ ഒരു പ്രോജക്റ്റ് അവർ കമ്മീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും അല്ലെങ്കിൽ പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്നതാണ്. അത് ഇന്ത്യ ശക്തമായിട്ട് തുടർച്ചയായിട്ട് എതിർക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനും കൂടെ ഇതിനകത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എത്രത്തോളം ആയിരിക്കും ഇന്ത്യയുടെ ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പ്രതികരണം. കാരണം പഹൽഗാം അറ്റാക്കിന് ശേഷം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പോലും അതിനെ അപലപിക്കുകയും അല്ലെങ്കിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പാകിസ്ഥാൻ പറയുകയും ചെയ്തു നമ്മൾ അയച്ച മിസൈൽ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ പോയി പതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അതിനെ എതിർക്കുകയും പാകിസ്ഥാൻ്റെ വാദം പൊള്ളയാണെന്നൊക്കെ അതിനെ വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യൻ പക്ഷത്തു നിന്നാണ് അഫ്ഗാൻ താലിബാൻ ഭരണകൂടം ഇതുവരെ നിന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം ഇത് പെട്ടെന്നുണ്ടാകുന്നതല്ല. ഒരിക്കലും ഇതിനു മുമ്പേ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ നടക്കുകയും നടന്നു കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലുള്ള ഇതുപോലുള്ള വിഷയങ്ങൾ പെട്ടെന്നുണ്ടാകുന്നില്ലല്ലോ. എഗ്രിമെൻസുകൾ, ട്രേഡ്, ഈ പറഞ്ഞ ധാരണകൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇതുപോലുള്ള എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രീറ്റീസ് ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്നില്ല.
അത് വളരെ മാസക്കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഇതിനു വേണ്ടിയുള്ള ടോക്സ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും അവർ തമ്മിൽ പരസ്പരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ, അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിൽ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിൽ. അതിനുശേഷമാണല്ലോ തീർച്ചയായിട്ടും ഫൈനലായിട്ടൊരു തീരുമാനം വരുന്നത് രാജ്യങ്ങൾ തമ്മിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത് വളരെ എന്താണ് പറയുന്നത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ആര് ഭരിച്ചാലും ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ നഷ്ടപ്പെടരുത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടം നിലനിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഒട്ടുമേ നമുക്ക് നഷ്ടപ്പെടാൻ അത് നമുക്ക് തീർച്ചയായിട്ടും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം പാകിസ്ഥാന് മേൽ നമുക്ക് കൂടുതൽ സമ്മർദ്ദം ഇപ്പം അവിടെ മറ്റൊരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ താലിബാനാണ് അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഉള്ളത് കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അത് നമുക്ക് നല്ലൊരു തുറുപ്പിച്ചിട്ടാണ്. കാരണം പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും പാകിസ്ഥാനെ എന്താണ് പറയുന്നത് മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് പാകിസ്ഥാനെ ഒരു പ്രതിരോധത്തിൽ നിർത്തുവാൻ താലിബാനുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇന്ത്യ വളരെ വിദഗ്ധമായിട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു വിജയപാതയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും കൂടെ സീപെക്കിൻ്റെ ഒരു ഭാഗമായി മാറാൻ പോകുന്നുവെന്ന് നമുക്ക് ഈ വാർത്തകൾ കൂടെ അറിയാൻ സാധിക്കുമ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഇനിയുള്ള റിലേഷൻസിനെ ഇന്ത്യ എങ്ങനെ അത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഏത് രീതിയിലായിരിക്കും കൺവിൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും മറ്റ് പല തന്ത്രങ്ങളും മെനഞ്ഞ് പരാജയപ്പെടുമ്പോൾ അവർ പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് ഇന്ത്യയെ പ്രഷർ ചെയ്യാനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും. പക്ഷേ ഇന്ത്യക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇന്ത്യ ഇതിനെയൊക്കെ വളരെ വിജയകരമായിട്ടും തന്ത്രപൂർവ്വം ഇതിനൊക്കെ കൈകാര്യം ചെയ്യും. ഇത് പാകിസ്ഥാന് എന്തായാലും ഇന്ത്യയുടെ മേലിൽ ഇതുപോലുള്ളൊരു തന്ത്രം പ്രയോഗിച്ച് മേൽക്കൈ നേടാമെന്നുള്ളൊരു വ്യാമോഹം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ, ചൈനയ്ക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഫോറിൻ റിലേഷൻ സിസ്റ്റം ഒക്കെ തന്നെ അത് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്യന്തികമായിട്ട് സെക്യൂരിറ്റിയെ വളരെയധികം ബാധിക്കുന്നതാണ്, സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൈയും കെട്ടി നോക്കി വയ്ക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഇഫക്റ്റീവ് എന്ന് തോന്നുന്ന മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം താലിബാനുമായിട്ട് ഒത്തുചേർന്ന് അത് സംസാരിച്ച് അതിനെ താലിബാനെ കൺവിൻസ് ചെയ്ത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മോശം ഉണ്ടാകാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നത് പോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, സംഭവങ്ങൾ വികസിക്കുമ്പോഴാണല്ലോ നമുക്ക്, അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമുക്കതിനെ എന്താണ് പറയുന്നത് ചർച്ച ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തൽക്കാലം നമുക്ക് അഫ്ഗാനിസ്ഥാനെ, അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയും താലിബാനും ഇപ്പോൾ ഉള്ള ബന്ധം കൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യക്ക് വിജയമായിട്ട് താലിബാനെ ഇന്ത്യയുടെ പാകിസ്ഥാനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയുടെ കൂടെ നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം. എന്താണ് ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, താലിബാൻ ഏത് രീതിയിലുള്ള എങ്ങനെയായിരിക്കും ഇന്ത്യയെ കൺവിൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇത്രയാണ് ഈ ടോപ്പിക്കിനെ പറ്റി നമുക്ക് തൽക്കാലം സംസാരിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.